നമസ്കാരം. ഇന്ന് കേരളത്തില് കൂടോത്രമാണ് പ്രശ്നം. കർണാടകയിലെ മന്ത്രിസഭയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മള് കണ്ണൂരിൽ എന്തോ ഒരു ഹോമം, ചെറിയ ഹോമമൊന്നുമല്ല കേട്ടോ, ഭയങ്കര ഹോമാണ്. ആട്, കോലാട്, പന്നി തുടങ്ങി 5 തരം മൃഗങ്ങളെ ബലി കൊടുത്തത്രേ. വലിയ പ്രശ്നമാണത്. കണ്ണൂരിലെ അമ്പലത്തിൽ നിന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അമ്പലത്തിനടുത്തെന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു അമ്പലത്തിന് 15 കിലോമീറ്റർ അകലെ. എന്തായാലും ബലി നടന്നു. നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയധികം മൃഗങ്ങളെ ബലി കൊടുത്തത് ശരിയായില്ല. ബലി കൊടുത്തത് ആരായിരിക്കണം? കർണാടകയിൽ ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റ് തകരണമെങ്കിൽ ബിജെപിക്കാരായിരിക്കണം. അതിന്റെ പുറകിൽ സുരേന്ദ്രനായിരിക്കും ചിലപ്പോ. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാരാണോ അതും അറിയില്ല. അദ്ദേഹം ആരെയാണ് സംശയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ആരെയും സംശയിക്കാലോ. എന്താല്ലേ, കർണാടക ഗവൺമെന്റിനെ താഴെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ മൃഗബലി. എന്നാ പിന്നെ കർണാടകയിൽ എവിടെയും കൊടുത്താൽ പോലെ, അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. കേരളത്തിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ ഏതോ ശക്തിയുള്ള ആശാമാരുണ്ട് എന്നാ പറയുന്നത്. ആ ആശാമാരെയൊന്നും നമ്മള് കണ്ടിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ മുതൽ കൊട്ടിഘോഷിക്കുന്ന ഒരു വാർത്തയായിട്ട് ഈ മൃഗബലി അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ആകെ കൂടി ഇവിടെ ഹൈന്ദവര് ബലി കൊടുത്തിട്ടുള്ളത് ഒരു കോഴീനൊക്കെയാണ്. അതും EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പം നിർത്തലാക്കി. പിന്നെ കോഴിയുമില്ല, ഒന്നുമില്ല. ഇപ്പൊ കുമ്പളങ്ങ വെട്ടുന്നത് ഹിന്ദുക്കള്. കുരുതി നടത്തുക എന്ന് പറഞ്ഞാൽ, കുരുതി എന്ന് പറഞ്ഞാൽ നല്ല കുമ്പളം കൊണ്ടുവന്നിട്ട് കുമ്പളം വെട്ടും. അതാണ് ഇപ്പൊ കേരളത്തിലെ ആകെ കൂടിയുള്ള ഒരു ബലി സമ്പ്രദായം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ നാട്ടിൻപുറത്ത് ചില, അല്ലെങ്കിൽ വീട്ടിലെ ക്ഷേത്രങ്ങളിൽ ഒക്കെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതല്ലാതെ വീട്ടിലെ ദേവതയ്ക്ക് കോഴി വെട്ടുന്ന ആൾക്കാരുണ്ടാവാം. എന്തായാലും ഇവിടെ ക്ഷേത്രങ്ങളിലൊന്നും ഈ മൃഗബലി നടത്തുന്നില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും ഏതായാലും ഒരു കാര്യത്തിലും സന്തോഷമുണ്ട്. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അത് ഏറ്റുപിടിച്ചില്ല. എന്തോ ഭാഗ്യം. BJPയുടെ തലയിലിട്ടില്ല. എന്തായാലും BJPക്കാർ അവർക്ക് തൽക്കാലം ആശ്വസിക്കാം. ഇലക്ഷൻ റിസൾട്ട് മറ്റന്നാൾ വരുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ മോദിജി വന്ന് കന്യാകുമാരിയിൽ മൗനം ഭജിച്ച് ധ്യാനത്തിലിരിക്കുന്നു. ഇപ്പൊ ഒരു ചർച്ച കേട്ടിട്ട് വരിക. ആ ധ്യാനത്തില് മോദിയുടെ വിവിധ ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ പരക്കുന്നു. അത് ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കേൾക്കുന്നു. അദ്ദേഹം ഇപ്പൊ കന്യാകുമാരി വന്നില്ലെന്നിരിക്കുക. അദ്ദേഹം എവിടെ നിന്നാലും അദ്ദേഹത്തിന് ചുറ്റും ക്യാമറ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. മോദിജി എവിടെ നിന്നാലും അദ്ദേഹത്തിന് ചുറ്റും ക്യാമറ ഉണ്ടാവും, വാർത്തയുണ്ടാവും, ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ കന്യാകുമാരി വന്നു എന്നുള്ളത് കൊണ്ട് ഈ വാർത്തയ്ക്ക് പ്രത്യേകിച്ച്
ഒരു കാരണവും കാണുന്നില്ല. മോദിജി എവിടെ നിന്നാലും, ഇപ്പം കാശ്മീരിൽ പോയാലും ശരി, ഈ 2 ദിവസം എവിടേക്ക് പോയാലും മോദിയെ കണ്ടാൽ ക്യാമറമാരുണ്ടാവും, പത്രക്കാരുണ്ടാവും, ചുറ്റും കൂടും, വാർത്ത വരും, മോദിജിയുടെ ചിത്രങ്ങൾ വരും. ഇതിപ്പോ മോദിജി ഒന്ന് ഇത്രയും ഓട്ടം ഓടിയിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ധ്യാനത്തിനിരുന്നു. ഇപ്പം കണ്ട ചർച്ചയിൽ മനോരമയോട് ചോദിച്ചു, അങ്ങനെ ഈ മോദിയുടെ ചിത്രം നിങ്ങളെന്തിനാ അത് എടുത്തിടുന്നത്? അത് ചോദ്യമാണ്. BJPയുടെ വക്താവാണ് ചോദിച്ചത്. എന്തിനാണ് നിങ്ങൾ ആ വീഡിയോസ് എടുത്തിടുന്നത്? ശരി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് അവരുടെ വെബ്സൈറ്റിൽ ഇട്ടു. നിങ്ങൾ എന്തിനാണ് ഇതെടുത്ത് പുറത്തെടുത്തിടുന്നത്? TRP കൂടാൻ വേണ്ടിയിട്ടല്ലേ? മോദി ആവശ്യപ്പെട്ടിട്ടില്ല മലയാള മനോരമയെ, ഏഷ്യാനെറ്റ് എന്റെ വീഡിയോസ് എടുത്തിടണേ എന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. മോദി ഒരു പത്രമാധ്യമങ്ങളോടും തന്റെ വീഡിയോ ഷെയർ ചെയ്യാനോ വാർത്തയാക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ഭരണകൂടത്തിന്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് മോദിജിയുടെ ഓഫീസ് ആ വീഡിയോസ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഒരു മാധ്യമത്തിനും ഇതൊന്ന് വാർത്തയാക്കണം എന്ന് പറഞ്ഞ് സമീപിച്ച് കാണില്ല. മോദി ധ്യാനമിരിക്കുന്നു, കുറെ ക്യാമറ ചുറ്റും വെച്ചിട്ടാണ് ധ്യാനം ഇടുന്നത്. ഈ വാർത്ത പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഇലക്ഷനിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ പറയുന്ന പത്രങ്ങൾക്ക് കമാന്നൊരു അക്ഷരമിണ്ടാതെ ഈ വീഡിയോ ഒന്ന് പുറത്ത് വിടാതിരുന്നാൽ മതി. ആലോചിച്ചു, ഈ വീഡിയോ പുറത്ത് വിടാതിരുന്നാൽ ഒരു വാർത്തയാവില്ലല്ലോ. അപ്പൊ ഈ വീഡിയോ പുറത്ത് വിടണം, അവരുടെ TRP റേറ്റിംഗ് കൂടണം, ചർച്ചയാവണം, പരസ്യം വരണം, അതൊക്കെ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ്. എന്നാലും മോദി അങ്ങനെ ധ്യാനത്തിനിരിക്കാൻ പാടുണ്ടോ? നമുക്കറിയാം, ഇലക്ഷന്റെ പ്രചാരണം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം നടക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥിയും ഒരു നേതാവും വീട്ടിലിരിക്കാറില്ല. അവരമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, വീടുകൾ കയറിയിറങ്ങും. അവസാനവട്ടം നേതാക്കന്മാരെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പോയി കണ്ട് സംസാരിക്കും. ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളതാണ്. ഇതേ പ്രവൃത്തി മോദിജി ചെയ്താലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനക്കൂട്ടം എത്രയായിരിക്കും? നിശബ്ദനായി മോദിജി 4 വീട് കയറാൻ പോവുക. ഒരു രാഷ്ട്രീയപ്രവർത്തനം ചെയ്യാലോ? അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കളെ ഒന്ന് സന്ദർശിക്കാൻ പോവുകയാണ് ഈ നിശബ്ദ സമയത്ത്. വാർത്തയാവില്ലേ? അത് വാർത്തയാവും, ഉറപ്പാണ്. മോദിജി ആരെ കാണാൻ പോയാലും വാർത്തയാവും, ഏത് അമ്പലത്തിൽ പോയാലും വാർത്തയാവും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഈ നിശബ്ദ സമയത്ത് മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നേ. കാരണം ഒരു ഇലക്ഷന്റെ പ്രചാരണം കഴിഞ്ഞ് വരുന്ന ആ സൈലൻസ് ഉള്ള സമയത്ത് ക്ഷേത്രങ്ങളിൽ പോവുക, പള്ളിയിൽ പോവുക എന്നുള്ളതൊക്കെ പതിവുള്ള കാര്യങ്ങളാണ്. അത് പക്ഷെ മോദിജി ആവുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാവും, അത് വലിയ ചർച്ചയാവും. മോദിജി തമിഴ്നാട്ടിലെ ഈ വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും? അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഹിമാലയത്തിന്റെ അടുക്കിലാണ്, അവിടെ നിന്ന് ഏറ്റവും താഴെയുള്ള 2 അതിരുകളിലാണ് അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഉത്തര അതിർത്തിയിലാണ് പോയത് ധ്യാനിരിക്കാൻ. ഇപ്രാവശ്യം അദ്ദേഹം ദക്ഷിണ അതിർത്തിയിലാണ് വന്നത്. ഭാരതത്തിന്റെ 2 അറ്റം. ഒരു പ്രധാനമന്ത്രി ഒന്നാലോചിച്ച് നോക്കൂ, അങ്ങേയറ്റത്തും ധ്യാനത്തിലിരുന്നു, ഇങ്ങേയറ്റത്തും ധ്യാനത്തിലിരുന്നു. ഇനി വേണ്ട, എല്ലാവരും പറയുന്നു എന്തായാലും മോദിജി തോക്കും.
കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നു മോദിജി തോക്കും. ശരി, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിജിക്ക് ഒരു ആഗ്രഹങ്ങൾ ബാക്കി വെക്കണ്ടല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒന്ന് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയില് ധ്യാനിരിക്കാം. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ തീർന്നോട്ടെ. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ നിശബ്ദതയുടെ സമയത്ത് മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് വാർത്തയുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? ശത്രുസംഹാര പൂജ, ആടിനെ കൊന്നു, പശുവിനെ കൊന്നു എന്നൊക്കെ വിളിച്ചു പറയാം. അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ പരസ്യതന്ത്രങ്ങളും ഉപയോഗിക്കാം. ഇത് ഇദ്ദേഹം പരസ്യതന്ത്രം എന്നല്ല ഉപയോഗിച്ചു. ഇദ്ദേഹം നിശബ്ദ പ്രചാരണമാണ്. അതിന്റെ ഭാഗമായി നിശബ്ദമായിട്ട് അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോസ്, ഫോട്ടോസ് ആർക്കും പബ്ലിഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിരാകരിക്കാം. മനോരമയ്ക്ക് നിരാകരിക്കാം, ഏഷ്യാനെറ്റിന് നിരാകരിക്കാം, കൈരളിക്ക് എല്ലാവർക്കും നിരാകരിച്ചു കഴിഞ്ഞാൽ അതൊരു വാർത്തയേ ആവില്ല. കേരളത്തിൽ ഒരാളും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പൊ അത് ചെയ്യാതെ അതിന്റെ വിഷ്വൽസും പൊടിപ്പും തൊങ്കലും ചേർത്ത് കൊടുത്തിട്ട് പറയാണ്, കണ്ടോ പരസ്യം ഉണ്ടാക്കുന്നു, കണ്ടോ സ്വാധീനിക്കുന്നു. ആരാണ് സ്വാധീനിക്കുന്നത്? യഥാർത്ഥത്തിൽ മാധ്യമങ്ങളല്ലേ. ഒരു പ്രധാനമന്ത്രിയെ എങ്ങനെയൊക്കെ വേട്ടയാടാൻ പറ്റുമോ അങ്ങനെയൊക്കെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ ഭാരതത്തിൽ മാധ്യമങ്ങളാണ്. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 10 വർഷം അവർക്ക് കണ്ടെത്താൻ ഒരു അഴിമതിയും ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള അഴിമതികളൊക്കെ ഉണ്ടായേക്കാം എല്ലാ സംഘവും. പക്ഷെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിതല ഭരണതലത്തിലുള്ള അഴിമതികളൊന്നും തന്നെ ഭാരതത്തിൽ വന്നിട്ടില്ല. അതിനർത്ഥം അദ്ദേഹത്തിന് ഭാരതത്തിലെ ഈ പറയുന്ന ഭരണകൂടത്തിലുള്ള അഴിമതി, ഭരണത്തിന്റെ നേട്ടം സാമ്പത്തികമായി മാറ്റുന്ന പ്രക്രിയ നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരെയൊക്കെ നിയന്ത്രിക്കാനും എല്ലായിടത്തും ശ്രദ്ധ ചെലുത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴും എന്താണ്? തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം. അതുകൂടി 75 കൊല്ലം കൊണ്ട് സാധിക്കാത്തത് ഇദ്ദേഹം 9 കൊല്ലം കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, സാരമില്ല. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് മറ്റന്നാള് റിസൾട്ട് വരും. നാളെ വൈകിട്ട് മുതൽ ചാനലിന്റെ റിസൾട്ട് വരും. നാളെ 5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രെൻഡ് റിസൾട്ടുകൾ നാളെ വൈകുന്നേരം മുതൽ തുടങ്ങും. അതിൽ ഏറെക്കുറെ ശരിയായി വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറെക്കുറെ ശരിയായിട്ട്. അപ്പം നാളെ തന്നെ ഏകദേശം റിസൾട്ട് അറിയാൻ പറ്റും. നമുക്ക് ചില സ്ഥാനാർത്ഥികളത്, ഒട്ടുമിക്ക സ്ഥാനാർത്ഥിയുടെ പേര് അറിഞ്ഞിട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എന്താണ് ട്രെൻഡ് എന്നുള്ളത് നാളെ രാത്രിയോടുകൂടി നമുക്ക് അറിയാൻ പറ്റും. ആ ട്രെൻഡ് കഴിഞ്ഞ 4-ാം തീയതി റിസൾട്ടും വരും. അപ്പൊ ഈ 2 ദിവസത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കിയിട്ട് എത്ര മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റും പ്രധാനമന്ത്രിക്ക്? ഇനി വരുന്ന നാളെ നടക്കുന്ന ഇലക്ഷനിൽ മോദിജി കന്യാകുമാരിയിൽ നിശബ്ദനായി ധ്യാനത്തിലിരുന്നു എന്നുള്ളത് കൊണ്ട് എത്ര വോട്ട് ബിജെപിക്ക് വീഴും? എനിക്ക് തോന്നുന്നില്ല ബിജെപിക്ക് വോട്ട് അങ്ങനെ വീഴ്ത്താൻ മാത്രം ശക്തിയുള്ള ആളാണ്. സത്യത്തില് ഇന്ന് ചർച്ചയിൽ കേട്ട ഒരു വാദം രസമായിട്ട് തോന്നി.
മോദിയുടെ നിശബ്ദത പോലും നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ എന്ന്? നല്ല ചോദ്യമാണ്. നിശബ്ദനായിരിക്കുന്ന മോദി പോലും, ആ മോദിയെ പോലും ഇവര് ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള, മറ്റുള്ളവർ ഭയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് മോദി എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുകയാണ് ഇപ്പം ഈ 2 ദിവസം മാധ്യമങ്ങൾ ചെയ്യുന്നത്. നല്ലത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം വേട്ടയാടപ്പെട്ടതുപോലെ ഇപ്പോഴും വേട്ടയാടപ്പെടുന്നു. അത് പ്രത്യേകിച്ച് ധ്യാനമിരിക്കുക എന്ന് പറയുന്നത് അതിനെയും വർഗീയമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. ഹിന്ദു വർഗീയ നിലപാടുകളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ വന്ന് ഈ ധ്യാനമിരിക്കുന്നത്. സത്യത്തിൽ ആർക്കാണ് തോൽവി മണക്കുന്നത്? ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് ഭയപ്പെടുന്നത് ഈ മോദിയുടെ മൗനത്തെ? ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെയും ഭയപ്പെടുന്ന ഒരു ആവശ്യമില്ല. അപ്പൊ അവർക്ക് അവരിൽ തന്നെ വിശ്വാസക്കുറവുണ്ട്. നമ്മൾ കേരളത്തിലെ BJP പറഞ്ഞ പോലെ BJP കേരളത്തിൽ ജയിക്കുമോ? ജയിക്കില്ല, ജയിക്കാൻ സാധ്യതയില്ല എന്ന് ഒരു പൊതുധാരണ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്തിനപ്പം അവർക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യം എന്നൊരു തോന്നല് ജനങ്ങൾക്കുണ്ടാവും. അതേ ഒരു അവസ്ഥയാണ്. തങ്ങൾക്ക് എന്തായാലും വോട്ട് കിട്ടില്ല. അതും പറയണല്ലോ, നമ്മള് മറ്റന്നാൾ റിസൾട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് സ്വാധീനിക്കുക. എല്ലാവരും പറയുന്നത് കേട്ടു, വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, അതുകൊണ്ട് UDFനാണ് ചാൻസ്, അല്ലെങ്കിൽ LDFനാണ് ചാൻസ്. ഒരു സ്റ്റേറ്റിലെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുക. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും തകരാറ് തോന്നുകയാണെങ്കിൽ എന്തിനാണ് എന്റെ നേതാക്കൾക്ക് ഞാൻ വോട്ട് കൊടുക്കുന്നത്? ഇതിങ്ങനെയല്ലേ? സർക്കാരിനോട് മടുപ്പ് തോന്നിയാൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കും. ഇപ്പം നേരിട്ടുള്ള പ്രവർത്തകർ ചിലപ്പം പുറത്തറിയുമല്ലോ വിചാരിച്ച് വോട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ ഒരിക്കലും രാഷ്ട്രീയം പുറത്തു പറയാത്ത ഒരു സമൂഹമുണ്ട്. അവരാണ് വോട്ട് വേണ്ടെന്ന് വെക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനാപ്പ ചെയ്യുന്നത്? പിന്നെ വോട്ട് മറിയില്ലെങ്ങനെയാ? വോട്ട് മറിയുകയും ചെയ്യും. ഈ വന്ന ആളുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇടതുപക്ഷക്കാർ പറയും ഞങ്ങൾക്കാണ്, ഇടതുപക്ഷത്തിന്റെ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തില് ചെറുതായിട്ട് 2-3% വേണ്ട 4% വരെ ഇടതുപക്ഷത്തെ ഉള്ളിന്റെ ഉള്ളിൽ എതിർക്കുന്ന ജനമുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവര് മറിക്കും, അവര് വോട്ട് മറിക്കും. അത് BJPയുടെ ആൾക്കാരാണെങ്കിൽ വോട്ട് മറിക്കും. എങ്ങനെ മറിക്കുക? ഇപ്പം കോഴിക്കോട് ഇടതുപക്ഷം ജയിക്കരുത്, എന്ത് വന്നാലും കൂടി ഇടതുപക്ഷത്തിന് ജയിക്കാൻ പാടില്ല. എന്നാ MT രമേശ് ജയിക്കില്ല. പിന്നെ എന്താ ചെയ്യുക? എന്തിനാ വോട്ട് വേസ്റ്റ് ആക്കുന്നത്? രാഘവന് കൊടുക്കാം. ഞാൻ പറഞ്ഞ അണികൾ അല്ല പറയുന്നത്. ഒരു സാധാരണ BJPയോട് ചായ്വുള്ള ഒരാൾ പോലും അങ്ങനെ ചിന്തിക്കും. എനിക്ക് VKC ജയിച്ചു വരുന്നതിനേക്കാളും താല്പര്യം രാഘവൻ ജയിച്ചു വരുന്നതാണ്. വോട്ട് മറിയും. അത് കാരണം MT രമേശ് ജയിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് രാഘവൻ ജയിക്കണം, കമ്മ്യൂണിസ്റ്റുകാർ വരുന്നതിനേക്കാൾ നല്ല രാഘവൻ ജയിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റം സംഭവിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. വ്യക്തി ഒരു വോട്ടർ എന്ന് പറയുന്ന അവനെ എല്ലാം ചിന്തിച്ചിട്ടാ ചെയ്യുക. എന്റെ ഒരു വോട്ട് പാഴാക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്.
എതിർപ്പുള്ളവരുണ്ട്, ചിലർ നോട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, ചിലർ വരാതിരിക്കും. അപ്പൊ വോട്ടിംഗ് ശതമാനം കുറയുന്നതിന്റെ അർത്ഥം ഒന്ന് ആ നിലവിലുള്ള ഗവൺമെന്റിനോടുള്ള എതിർപ്പ്, രണ്ട് അരാഷ്ട്രീയവാദിയായിട്ട് രാഷ്ട്രീയത്തോട് പൊതുവെയുള്ള വെറുപ്പ്, മൂന്ന് തന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതിന്റെ ആ ധാരണയിലും വോട്ട് ചെയ്യാതിരിക്കാം. അപ്പൊ വോട്ട് കുറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഗുണകരമാവും അല്ലെങ്കിൽ വലതുപക്ഷത്തിന് ഗുണകരമാവും എന്നുള്ള പഴയ, കാരണം അങ്ങനെ പണ്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പേ ഇടതുപക്ഷത്തിന്റെ മുഴുവനും വോട്ടും പോൾ ചെയ്തിരിക്കും, ഉച്ചയ്ക്ക് ശേഷം വോട്ട് കുറഞ്ഞാൽ അത് UDFന്റെ വോട്ട് ആണ് കുറയുക എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പം ആൾക്കാർ ഇപ്രാവശ്യം ചൂട് കാലാവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് പണ്ടത്തെ മാതിരിയല്ല. പണ്ട് നമുക്ക് മൊബൈൽ സംവിധാനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് രാവിലെ തന്നെ ഒന്ന് വോട്ട് ചെയ്തു പോകും. ഇപ്പൊ അങ്ങനെയല്ല. അവർ വിളിച്ചു ചോദിക്കും, അവിടെ തിരക്കുണ്ടോ? ഇല്ല, തിരക്കില്ല, എന്നാ അപ്പ പോവാ. തിരക്ക് നോക്കിയിട്ട് പോയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും, തിരക്ക് അനുസരിച്ച്. അപ്പൊ ഒരു രാവിലെ വന്ന് കംപ്ലീറ്റ് CPMന്റെ പോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യരെല്ലാ സൗകര്യവും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ സ്പ്രെഡായി കിടക്കുകയാണ് വോട്ട്. അപ്പൊ ആ രീതിയിൽ വോട്ടിംഗ് കുറയുന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ വോട്ട് കുറയുന്നു എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. വിവിധ ആളുകളുടെ ഇവിടെ ഇളമരം കരീം ജയിക്കരുതെന്ന് എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടാവും. രാജ്യം ജയിക്കരുത്, വേറെ ആർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ ഒരു താല്പര്യം അനുസരിച്ച് വോട്ട് മറിയാം. അതുകൊണ്ട് 100% നമുക്ക് ആ രീതിയിൽ ഈ പറയുന്ന വോട്ടിന്റെ എന്തായാലും എന്റെ ഒരു കണക്ക് കൂട്ടൽ ഇപ്രാവശ്യം ഗുണകരമായിട്ട് വരുന്നത് UDFന് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മള് BJPയുടെ സ്വാധീനമുള്ള 2-3 ഇടങ്ങളിൽ മാത്രം ഈ ത്രികോണ മത്സരം നടക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും ആറ്റിങ്ങലും വേണമെങ്കിലും ആലപ്പുഴയും പറയാം. ശക്തമായിട്ട് BJPയുടെ ശക്തി തെളിയിക്കുന്ന ഒരു പൊടിവാറുന്ന ഒരു മാമാങ്കം നടക്കുന്നത് അവിടെ തന്നെയായിരിക്കും. മറ്റെല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞ ഘടകം വർക്കൌട്ട് ചെയ്യും. ചിലപ്പോൾ നിലവിലുള്ളതിനേക്കാളും താഴെ പോവാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടകരയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. BJPയുടെ വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന്, കോഴിക്കോട് BJPയുടെ വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വയനാട്ടിലും ഈ പറയുന്ന വലിയ ഓഹോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തും തൃശൂരിലും BJPയുടെ വോട്ടുകൾ മുഴുവൻ വോട്ടായിക്കണം. പക്ഷേ തിരുവനന്തപുരത്തുമൊക്കെ BJPക്ക് വോട്ട് ഉണ്ട്. അവിടെ നിലവിൽ BJPക്ക് പലയിടത്തും അധിക വോട്ടുണ്ട്. പക്ഷെ തൃശ്ശൂരിലെ കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തൃശ്ശൂർ BJPക്ക് വോട്ടില്ല. അവിടെ വോട്ട് കിട്ടുന്നത്, ഈ BJPയുടെ വോട്ട് കഴിഞ്ഞ് വോട്ട് കിട്ടുന്നത് സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ആ വ്യക്തി ആയതുകൊണ്ട് കിട്ടുന്ന വോട്ടാണ്. ആ വ്യക്തിക്കുള്ള സ്വാധീനമാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വലിയ വോട്ടിലേക്ക് വരാൻ കാരണം. അപ്പൊ 4 ലക്ഷം വോട്ടിനടുത്ത് സുരേഷ് ഗോപി കവർ ചെയ്തെത്തണം. അത് സുരേഷ് ഗോപിയുടെ ആരാധകർ അത്രയും വന്നാൽ മാത്രമേ അവിടെ നമുക്ക് ആ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ, നമ്മുടെ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. സുരേഷ് ഗോപി ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് BJPക്കാർ മാത്രമല്ല, അല്ലാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം. പക്ഷെ അവിടെയും കുറെ ഘടകങ്ങൾ നമ്മൾ കാണണം. ഗുരുവായൂർ മുസ്ലിം ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലം, അവിടെ BJPക്ക് സ്വാധീനം എന്ന് പറയുന്നത് തൃശൂർ പട്ടണത്തിൽ മാത്രമാണ് ഈ സ്വാധീനം വർക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളത് ക്രിസ്ത്യൻ മേഖലയുണ്ട്, മുസ്ലിം മേഖലയുണ്ട്. അവർക്ക് 50% വോട്ടുണ്ടെന്ന് ആലോചിക്കണം. അതിൽ മുസ്ലിം വോട്ടൊന്നും ഇപ്രാവശ്യം പരിപൂർണമായിട്ട് UDFന് കിട്ടണം എന്നൊരു നിർബന്ധമില്ല. കാരണം ഇടതുപക്ഷം നല്ല കളി കളിച്ചിട്ടുണ്ട് മുസ്ലിം വോട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെയാണ് തീവ്രപക്ഷം മൊത്തമുള്ളത്. അതുകൊണ്ട് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എല്ലായിടത്തുണ്ട്. കുറച്ച് വോട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സുരേഷ് ഗോപിക്ക് എതിരായിട്ട് വരുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്ന
സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റും. UDF-നും LDF-നും മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ട് ഭവിക്കും. കാരണം ക്രിസ്ത്യൻ വോട്ടിലും ഒരു സ്പ്ലിറ്റ് തൃശൂരിൽ സംഭവിക്കും. ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. മറിച്ച് മുസ്ലിം വോട്ട് ഒരിടത്തേക്ക് കേന്ദ്രീകരിച്ചാൽ, UDF-യിലേക്ക് കേന്ദ്രീകരിച്ചാൽ അതിന്റെ സാധ്യത മുരളീധരനാണ്. എന്റെ കണക്കൂട്ടൽ അങ്ങനെയല്ല. സുനിൽ കുറെ മുസ്ലിം വോട്ട് ക്യാൻവാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. UDF-ന് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള മേഖലകളിൽ മുസ്ലിം ലീഗിന്റെ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഗുരുവായൂരിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കാരണം ഗുരുവായൂരിലെ നിലപാട് നമുക്കറിയില്ല, അവസ്ഥ നമുക്കറിയില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എടുത്ത് നോക്കി അറിയാം. BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലം അതിൽ നിന്ന് കവിഞ്ഞ് ഇപ്പൊ 1,00,000 വോട്ട് വരണമെന്നില്ല. ഈ സ്പ്ലിറ്റ് പ്ലസ് സുരേഷ് ഗോപിക്ക് 60,000 വോട്ടിന്റെ മേലെ വ്യക്തിപരമായി ഇപ്രാവശ്യം ഉയർത്താൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുരേഷ് ഗോപി ജയിക്കാം. ഈ പറയുന്ന മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് UDF-നും LDF-നും പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത, കുറച്ച് അധിക സാധ്യത നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരത്ത് നേരെ മറിച്ച് കുറച്ചുകൂടി സാധ്യത എനിക്ക് കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് BJP-ക്ക് സാധ്യത കൂടുതൽ. കാരണം തിരുവനന്തപുരം BJP-യെ സംബന്ധിച്ചോളം നല്ല വോട്ടുള്ള ഇടമാണ്. BJP-യുടെ സ്ഥാനാർത്ഥി കടലോര മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം എത്ര കണ്ട്, അവിടെയാണ് ചോദ്യം വരുന്നത്. എന്തായാലും അവിടെ ഇപ്പം മറ്റേ ഭീമാപ്പള്ളിയിലെ വോട്ടൊന്നും BJP-ക്ക് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ മേഖലകളിലുള്ള നാടാർ വോട്ടുകളും ക്രിസ്ത്യൻ ലത്തീൻ കത്തോലിക്ക വോട്ടുകളും എത്ര കണ്ട് സ്പ്ലിറ്റ് ആവുന്നു, അതിനനുസരിച്ച് മാത്രമേ അവിടെ ഈ പറയുന്ന BJP-യുടെ സ്വാധീനമുള്ളൂ. ഇടതുപക്ഷത്തിന് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ കോൺഗ്രസ് BJP ഇതിലേക്ക് എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു, എങ്ങനെ മറിയുന്നു എന്നുള്ളതാണ്. BJP-യുടെ വോട്ട് മിക്കവാറും അദ്ദേഹം ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. BJP-യുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ പോലെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം സ്ഥാനാർത്ഥി മിടുക്കനാണ്. സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നറിയാവുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. IT മേഖലയുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, പരസ്യത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ അറിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു മന്ദതയ്ക്ക് പകരം പല സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചപ്പം ഈ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ എല്ലായിടത്തും പരിചിതമാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ ജനങ്ങൾ അറിയും എന്നുള്ള ഒരവസ്ഥ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നവമാധ്യമങ്ങൾ അദ്ദേഹത്തെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ രാജീവ് ചന്ദ്രശേഖരെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, അങ്ങനെ കാര്യമായിട്ട് അറിയും. പക്ഷെ നവമാധ്യമങ്ങൾ അദ്ദേഹം ആരാണ്, ഏത് ഫീൽഡിൽ നിന്ന് വന്നു എന്നുള്ള വിവരങ്ങൾ കൊടുത്തു. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള IT പ്രൊഫഷണലുകളും മറ്റും അദ്ദേഹത്തിനെ സഹായിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആറ്റിങ്ങിൽ എനിക്കറിയില്ല. അതേപോലെ ശോഭാ സുരേന്ദ്രനും എനിക്ക് തോന്നുന്നു വോട്ട് കൂടുതൽ പിടിക്കും. മലബാറിൽ സാധ്യത കൂടുതലും UDF-നാണ്. മലബാറിലെ സാധ്യത കൂടുതൽ. വടകരയിലൊക്കെ ഈസി ആയിട്ട് UDF ജയിച്ചു പോകും. വയനാട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കണ്ണൂരിലാണ്. കണ്ണൂരിലും ഇതേപോലെ പാർട്ടി വോട്ടുകൾക്ക് ക്ഷീണമുണ്ടെന്നുള്ളതാണ്. പാർട്ടി വോട്ടുകളൊന്നും മുഴുവനായിട്ടും ഇപ്രാവശ്യം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും നമുക്കറിയാം, 4-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം. 4-ാം തീയതി നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു സമാധാനമുള്ളത്, എന്തായാലും BJP
എന്താ കയ്യാലപ്പുറത്ത് കിടക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ട് ഉരുളുമോ ഇങ്ങോട്ട് ഉരുളുമോ എന്നറിയില്ല. പോക്കറ്റ് എന്താണ് മറ്റേ ഇത് പെട്ടി തുറക്കുമ്പം എന്താണ് എന്നറിയില്ല നമ്മള്. അപ്പം CPM ഗുണകരമായിട്ട് വലിയ സീറ്റുകളൊന്നും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ചെറിയ ഒരു തുക കൊണ്ട് ഒതുങ്ങേണ്ടി വരും ഇപ്രാവശ്യത്തെ. കാരണം അത്ര കണ്ട് ഭരണവിരുദ്ധമായിട്ടുള്ള പാർട്ടി വിരുദ്ധമായിട്ടുള്ള ഒരു ചലനം കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുണ്ട്. ഈ പ്രാവശ്യവും CPM കോളടിച്ചാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, മറ്റൊരു പശ്ചിമ ബംഗാള് ഇത് മാറും, ഒരു സംശയം വേണ്ട. മനുഷ്യന്റെ ബോധം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്രാവശ്യം CPM നേട്ടമുണ്ടാക്കിയാൽ അതിനർത്ഥം കേരളത്തിന്റെ നമ്പർ 1 ആയിട്ട് CPM തുടരും. ഒരു ടേമും കൂടി അവർക്ക് കൊടുക്കാം. മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്തിട്ട് പശ്ചിമ ബംഗാളിനെ പോലെ നമുക്ക് പുറകോട്ട് പോകാം എന്നുള്ളത്. അതേപോലെ ഈ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം, ഇപ്രാവശ്യം UDF നേതാക്കള് അവര് തമ്മിലുള്ള ഒരു കോർഡിനേഷനും വളരെ കഷ്ടമായിരുന്നു. മുരളീധരനൊക്കെ വന്ന് ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ തോറ്റ രീതിയിലാണ് സംസാരിച്ചത്. തോറ്റ രീതിയിൽ സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടു, പരസ്പരം പാരവയ്ക്കുന്നവരെ കണ്ടു. അതേപോലെ BJPയുടെ പ്രസിഡന്റ് കയ്യിൽ നിന്ന് വന്ന വാക്കുകളും നല്ല ക്ഷീണമാണ് വരുത്തിയിരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ പോയി വയനാട്ടിൽ പോയി ഗണപതി വട്ടം എന്ന് കയറി പിടിച്ചിട്ട് ഒരു 4 ദിവസം അതിന്റെ മുകളിൽ പത്രക്കാർ തൂങ്ങി. 100 കൂട്ടം കാര്യങ്ങൾ അവിടെ വേറെ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇങ്ങ് താഴെ തട്ടില് ഞാൻ എന്റെ ചുറ്റുപാട് നോക്കിയിട്ട് പറയണം, ബൂത്ത് തലത്തിൽ ഒരു പ്രവർത്തനം ദൈവം സഹായിച്ചിട്ട് BJPയുടെ ഈ മലബാറില് എന്റെ വാർഡില് പല സ്ഥലത്തും നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. അത് സത്യമാണ്, ഇൻക്ലൂഡിംഗ് തൃശ്ശൂർ. ഈ തൃശ്ശൂരിന്റെ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ ഒരു കത്ത് പോലും കിട്ടിയില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്, എനിക്ക് തൃശ്ശൂരിൽ ബന്ധുജനങ്ങളുണ്ട്. അവരെന്നോട് പറഞ്ഞു ആ വാർഡിലേക്കേ ആരും ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പുറമെ കാണുന്ന ആഘോഷത്തിനപ്പുറം ബൂത്ത് തലത്തിലേക്ക് എത്രമാത്രം പ്രവർത്തനം നടന്നു എന്നുള്ളത് 4-ാം തീയതി വൈകിട്ട് നമുക്കറിയാൻ പറ്റും. കേരളത്തിലെ മൊത്തം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് കേട്ടോ. ബൂത്ത് തലത്തിൽ എല്ലാ പാർട്ടികൾക്കും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് എൻകാഷ് ചെയ്യാൻ വേണ്ടി, കൃത്യമായിട്ട് പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം അത് അവർക്ക് ബൂത്ത് കമ്മിറ്റി നന്നായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് CPM. അതുകൊണ്ട് CPM അത്ര ക്ഷീണം പറ്റില്ല. ക്ഷീണം സ്വാഭാവികമായിട്ടുണ്ടാവുക BJPക്കും കോൺഗ്രസിനുമാണ്. ഇവിടെ കോൺഗ്രസിന്റെയും യാതൊരു പ്രവർത്തനവും ഞാൻ കണ്ടില്ല. എന്റെ വീട്ടിലോട്ടൊന്നും ആരും വന്നിട്ടില്ല. ഇലക്ഷന്റെ തലേന്നാണ് ഈ കൂപ്പൺ തരുന്ന പരിപാടി, അല്ലാതെ എല്ലാം കൂടി വാരിക്കെട്ടി BJPയുടെയും CPMന്റെയും ഒക്കെ തലേന്നാണ് ഇവിടെ എത്തി. മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഞാൻ BJPക്ക് ഒരു അനുഭാവിയാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പം CPM വരാതിരിക്കാം. പക്ഷെ അല്ല, എന്റെ തൊട്ടടുത്ത വീട്ടിനും ആരും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് വന്ന് BJPക്കാർ തിരികെ വന്നിട്ടുണ്ടായില്ല. അപ്പൊ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം പൊതുവെ എല്ലാ രാഷ്ട്രീയത്തിന്റെ അണികൾക്കും മടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു സത്യമാണ്. പിന്നെ മാധ്യമങ്ങളിലൂടെയും സ്വയം വിലയിരുത്തിയിട്ടുമാണ് മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. എന്താണ് 2024 ഇലക്ഷൻ റിസൾട്ട് ഒരു ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് മനുഷ്യർ നമ്മുടെ വാർത്തകളോടും അതേപോലെ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും നമുക്ക് സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തായാലും രാഹുൽ പ്രധാനമന്ത്രി പറഞ്ഞ് നമ്മൾ കേരളത്തെ ഒന്നായിട്ട് പറ്റിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം മാധ്യമങ്ങളെല്ലാം.
അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യവും പറയുന്നത്. മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ പറയുന്നു മുഖ്യമന്ത്രി രാഹുൽ തന്നെ, സോറി പ്രധാനമന്ത്രി രാഹുൽ തന്നെ. അവര് യുപിയിൽ ചെന്നപ്പോഴും അവിടെയാണ് ജനങ്ങൾ മൊത്തം നമ്മുടെ നരേന്ദ്രമോദിയെ എതിർക്കുന്നു. പഞ്ചാബ് ചെന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, ഹരിയാനയിൽ ചെന്നപ്പോൾ അങ്ങനെ തന്നെയാണ്, കേരളത്തിൽ അങ്ങനെയാണ്, കർണാടകയിൽ അങ്ങനെയാണ്. ബിജെപിക്ക് 100 സീറ്റ് കിട്ടിയാൽ കട്ടിയായി, വർത്താനം കേട്ട അങ്ങനെ തോന്നുന്നു 100 സീറ്റ് കിട്ടിയാലായി. എന്തായാലും നമ്മുടെ കാത്തിരിപ്പിന് ഇനി 2 ദിവസത്തെ നീളം കൂടിയുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. നാളെ എന്തായാലും ഈ ചാനലുകളുടെ കണക്കെടുപ്പ് തുടങ്ങും. നമുക്ക് അതുമായിട്ട് ഇരിക്കാം. നാളെയും മറ്റന്നാളും 4-ാം തീയതി വരെയും ഏറ്റവും ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ ജനത, അങ്ങനെ കടന്നു പോവുകയാണ്. എന്തായാലും മോദിജി നാളെ മൗനം വെടിഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പോകും. ചിലപ്പോൾ കണ്ണൂരിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് എത്ര പോത്ത് വെട്ടി, എത്ര ആട് വെട്ടി, എത്ര കോഴി വെട്ടി എന്നൊക്കെയുള്ള അന്വേഷണ കമ്മീഷൻ നാളെ ചിലപ്പം പുറത്തു വന്നേക്കാം. ആരാണ് ശത്രു സംഹാര പൂജ നടത്തിയത് എന്നറിഞ്ഞേക്കാം. എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി വരട്ടെ. നമുക്ക് പുതിയ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവട്ടെ. ഭാരതത്തിന്റെ ഭാവി പ്രതീക്ഷയുള്ളതാവട്ടെ. നന്ദി, നമസ്കാരം.